ഹൂശ 14 അധ്യായം 1 മുതൽ 9 വരെ തിരുവചനങ്ങൾ. ബർക്കുമോർ, ഇസ്രായേലെ, നിന്റെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിയുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്കുകളോടുകൂടെ കർത്തൃസന്നിധിയിൽ മടങ്ങിച്ചെന്ന് അവനോട്, സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ അധരഫലം ഞങ്ങൾ അർപ്പിക്കും. അസീറിയ ഞങ്ങളെ രക്ഷിക്കുകയില്ല. ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുമെന്ന് പറയുവിൻ. ഞാൻ അവരുടെ പിന്മാറ്റമാകുന്ന മുറിവ് വെച്ച് കെട്ടി സൗഖ്യമാക്കും. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കുകയാൽ ഞാൻ അവരുടെ നേർച്ചകളെ സ്നേഹിക്കും. ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലെ ഇരിക്കും. അവൻ താമര പോലെ പൂക്കും. ലെബാനോൻ വനം പോലെ വേരൂന്നും. അവൻ്റെ ശാഖകൾ പടരും. അവൻ്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിൻ്റെ ഭംഗി പോലെയും അവൻ്റെ പരിമളം ലെബാനോൻ്റേതുപോലെയും ഇരിക്കും. അതിൻ്റെ നിഴലിൽ അവർ വീട് പണിത് പാർക്കും. ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിൻ്റെ സൗരഭ്യം ലെബാനോനിലെ വീഞ്ഞിൻ്റേതുപോലെയായിരിക്കും. എഫ്രയീം പറയും, ഇനി എനിക്കും വിഗ്രഹങ്ങൾക്കും എന്ത്? ഞാൻ എൻ്റെ ദൈവത്തെ പുകഴ്ത്തും. ഞാൻ തഴച്ചിരിക്കുന്ന സരള വൃക്ഷം പോലെയാകുന്നു. എങ്കിൽ നിനക്ക് ഫലം ലഭിക്കും. ഇത് ജ്ഞാനി മനസ്സിലാക്കട്ടെ. ഇത് അറിവാൻ തക്ക വിവേകി ഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വഴികൾ ചൊവ്വുള്ളവയല്ലോ. നീതിമാന്മാർ അവയിൽ നടക്കും. അധർമ്മികൾ അവയിൽ കാലിടറി വീഴും. കർത്താവേ, സ്വർഗത്തിൽ പ്രകാശത്തിൻ്റെ മണവറയിൽ സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.